അവധി കിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും രണ്ടാമത്തെ അവധിയും കിട്ടിയേ. ഞാനൊട്ടി ഹാപ്പിയാണെന്ന് ചോദിച്ചപ്പോൾ എക്സ്പ്രഷനാണ് കേട്ടോ അത്. ഹാപ്പി ആവാതിരിക്കില്ലല്ലോ. രണ്ടല്ല കേട്ടോ, മൂന്നാമത്തെ അവധി സെറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഫേസ്ബുക്കിൽ കയറിയപ്പോൾ ഫസ്റ്റ് കണ്ട പോസ്റ്റ് അതാണ്. ഷോപ്പിൽ വന്ന് കേക്കിന്റെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് ബട്ടർ അന്വേഷിച്ചിരുന്നപ്പോഴാട്ടോ ബട്ടർ തീർന്നിരിക്കുന്ന കാര്യം ഓർത്തത്. ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഉറങ്ങിപ്പോണ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഉറക്കം തൂങ്ങി പോകണോണ്ട് തന്നെ നാളെ വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങ് ഉപേക്ഷിച്ച് 12 മണിക്ക് അലാം വെച്ച് ഞാൻ അങ്ങ് കിടന്നേ. മമ്മിയുടെ ബർത്ത്ഡേ ആയിട്ടാണ് അലാം വെച്ചത്. ഒരു കാര്യം ഉണ്ടായില്ല, അലാം അടിച്ചത് ഞാൻ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. പിന്നെ എഴുന്നേക്കുന്നത് 5:45 രാവിലെ. അപ്പം എഴുന്നേറ്റ് വേഗം മമ്മീനെ അങ്ങ് വിഷ് ചെയ്തേ. എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ 5:45 കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായിട്ടോ. വേറെ ഒന്നുമല്ല, ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും കറക്റ്റ് 12 മണിക്ക് വിളിച്ച് വിഷ് ചെയ്യണം കേട്ടോ മമ്മി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലാന്നറിയാം, എന്നാലും ഒരു സങ്കടം കേട്ടോ. ആ സ്പൈഡർമാൻ കേക്ക് കണ്ടനാടുള്ള ജിജോ ചേട്ടൻ വഴി വന്ന ഓർഡറാണ്. ഉദയംപേരൂരുണ്ടെ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്കുള്ള വഴി ഞാൻ കൊണ്ടുപോയേ. ഇത് മേഘ ചേച്ചിയാണ് ഓർഡർ കേട്ടോ. 1.5 കിലോയിലായിരുന്ന മാംഗോ ഫ്ലേവർ ആയിരുന്നേ. ഡിസൈൻ അവർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴുകലാട്ടോ ഏറ്റവും വലിയ പാട്. മേഘ ചേച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല, മഴക്കാറും വെച്ച് കയറണം. എനിക്ക് ഞാനൊട്ടിക്കും വീട്ടിലും പോകണം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സഞ്ജു ചേച്ചി കേട്ടോ. ആരെങ്കിലും കേക്കൊക്കെ എടുക്കാൻ ലേറ്റ് ആവുന്ന കഴിഞ്ഞാൽ എൻ്റെ കേക്ക് സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ആൾ സഞ്ജു ചേച്ചിയാണ്. കേക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും എൻ്റെ മുട്ടയും സാധനങ്ങളെല്ലാം ചേച്ചി കേട്ടോ മേടിച്ച് വെക്കാറ്. അങ്ങനെ ഷോപ്പും പൂട്ടി ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി വരുന്ന ചെറിയ തോടൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നേ.